നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് നമുക്ക് എങ്ങനെ പേപ്പർ സൺഫ്ലവർ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനു വേണ്ടി ഒരു A4 ഷീറ്റ് വേണം, യെല്ലോ കളറ്, പിന്നെ ഒരു ബ്രൗൺ കളർ ചെറിയ പീസ്, പിന്നെ ഒരു ഗ്രീൻ കളർ ഒരു സ്റ്റിക്കും വേണം. അത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കാം. പിന്നെ ഈ യെല്ലോ കളർ പേപ്പർ നമ്മൾ ഇതുപോലെ 8 സെൻറ്റിമീറ്റർ വീതിയും 8 സെൻറ്റിമീറ്റർ നീളമുള്ള 12 പീസാക്കി എടുക്കണം. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യണം. അതിൻ്റെ ഫോൾഡ് ചെയ്യുമ്പം കറക്റ്റായിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പെറ്റൽസ് ഉണ്ടാക്കുമ്പം അത് പല അളവുകളായിപ്പോവും. അതുകൊണ്ടാണ് കട്ട് ചെയ്യുമ്പോൾ പേപ്പറിൻ്റെ അളവും കറക്റ്റായിരിക്കണം, ഫോൾഡ് ചെയ്യുന്നതും കറക്റ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അങ്ങനെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്താലേ ഈ രണ്ട് ഭാഗവും ഒരേപോലെ കിട്ടുള്ളൂ. എന്നിട്ട് അത് ഇതേപോലെ സെൻറ്റർ വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുത്തിട്ട് അവിടെ ഗ്ലൂ ഇട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതൊരു കിഡ്സ് ക്രാഫ്റ്റാണ്. അപ്പോൾ ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് 12 പീസ് തന്നെ വേണമെന്നില്ല, അതിൽ കൂടുതൽ വേണം എടുത്താലും കുറച്ച് വലുപ്പത്തിൽ നമുക്ക് കിട്ടും. ഇനി ഈ ഓരോ പെറ്റൽസും നമ്മൾ തമ്മിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അളവ് കറക്റ്റായിരിക്കണം, പെറ്റൽസ് കട്ട് ചെയ്യുന്നതിൻ്റെയും അത് ഫോൾഡ് ചെയ്യുന്നതിൻ്റെയും. അപ്പോഴേ പെറ്റൽസ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതെല്ലാ പെറ്റൽസും ഇങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ബ്രൗൺ കളറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പേപ്പർ ഉണ്ട്. അത് ബ്ലാക്ക് കളർ എടുത്താലും കുഴപ്പമില്ല. നമ്മുടെ സൺഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിന് ഒരു ബ്ലാക്ക് കളർ സ്കെച്ച് കൊണ്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് ഡോട്ട് പോലെയൊക്കെ ആക്കിയിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ട് നമുക്കൊരു സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ആ സ്റ്റിക്കും ഇതിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഒരു സൺഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ. കുട്ടികൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്രാഫ്റ്റാണ്. അപ്പം ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്